എന്നാലും നമ്മൾ ഇത്ര രഹസ്യമായി പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെ ചോർന്നു? അപ്പം ഒറ്റുകാരൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ്. അതാരാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. ഇല്ലെങ്കിൽ തൊട്ടു പോകരുത്. എന്തോ ഇവനോടാ. അതാരാന്ന് അറിയണ്ടേ? പിന്നെ ഇതിനൊരു ഉത്തരം പറയാതെ ഒരുത്തനും ഞാൻ പറഞ്ഞു തരില്ല. ഞങ്ങൾക്ക് ആർക്കും ആ കുട്ടീനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പിന്നെ കുറച്ചെങ്കിലും ദേഷ്യമുള്ളത് ക്യാപ്റ്റനാണ്. എന്നിട്ട് ഞങ്ങളാരും ക്യാപ്റ്റനെ സംശയിച്ചില്ലല്ലോ. നമ്മളാരും സംശയിച്ചോ? ഇല്ലില്ല. പക്ഷെ ഞങ്ങളെ തിരിച്ച് സംശയിച്ച ഭയങ്കര മോശമായി. ഒരു പടയ്ക്ക് വേണ്ടി ഇങ്ങനെ കരയല്ലേ. ഇയാളാണ് ഒരു ഉണക്ക വട ഉണ്ടാക്കി വെക്കുക. അതെ, കുറച്ച് ബീഫ് പൊറോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചൂടെ? നിങ്ങൾ എന്നെ സംശയിക്കുന്നില്ലല്ലോ അല്ലേ? അന്ന് കുഴപ്പമില്ല. അണ്ണ വട കഴിയണ ഒരു കുഴപ്പമില്ല. വട കഴിച്ചു ഇനി ഞാനിപ്പോ ഇപ്പൊ വരാം. അവനെവിടെ? അവനെ കുറച്ചു ദിവസമായി കണ്ടിട്ട്. അവൻ എന്നൊന്ന് വിളിച്ചാൽ എന്താ? അവൻ കാരണമല്ലേ കല്യാണം മുടങ്ങിയത്. അപ്പൊ അവനല്ലേ വിളിക്കേണ്ടത്? അഞ്ജലി എങ്ങനെ വിളിക്കുന്നുള്ളത് അവന്റെയും പ്രശ്നം. അപ്പൊ അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ അവന്റെ മനസ്സെനിക്കറിയാലോ. ഒന്നുമല്ല, അവൻ എന്നോട് ഒരു സ്നേഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു മിസ് കോൾ എങ്കിലും ചെയ്യുമായിരുന്നില്ലേ? അഞ്ജലി അങ്ങനെ പറയില്ല. അന്നത്തെ കാര്യത്തിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിക്കറ്റ് അവന്റെ വീക്ക്നെസ് ആണെന്ന് അഞ്ജലിക്ക് അറിയാലോ. പോരാത്തിനന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗെയിം. അവനറിയാതെ ആ കളിയൊന്ന് കണ്ടിരുന്നു പോയി. എൻ്റെ അഭിപ്രായത്തിൽ ക്രിക്കറ്റ് വീക്ക്നെസ് ആയ ഒരാൾ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യൂ. അഞ്ജലി മോളെ. ഓഹോ, അപ്പൊ മോളേന്ന് വിളിക്കുന്ന ലെവലിലേക്കൊക്കെ ബന്ധം വളർന്ന്. പൂച്ച തോന്നിയ ദിവസം പറയില്ലേ? പൂച്ച, നീ നേരത്തെ പറഞ്ഞില്ലേ ഇവര് തമ്മിലൊരു ബന്ധമുണ്ട്. എനിക്കറിയാം നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. നേരത്തെ സൂചന കിട്ടിയാണ് നമുക്ക്. ഇനി ക്യാപ്റ്റൻ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോലെ രഹസ്യമായിട്ട് ഞാൻ നടത്തി തരില്ലേ? ബന്ധം കണ്ടുപിടിക്കാൻ നടക്കുന്നു നാറുകൾ. ഞാൻ പറഞ്ഞില്ല അവര് തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്കറിയാം. നേരത്തെ ഒരു ഒറ്റ നാട് തിരിഞ്ഞായി ഇത്ര നേരം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് പിരിയേറ്റിട്ട് അത് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാൻ. ഓ, ഇതെല്ലൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ കഴിക്കാനൊന്നും ഇല്ലേ? ചോറും മീൻകറിയുണ്ട്. ഇതെന്താ ഇവൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഒരൊറ്റൊരു സാധനം തനിയെ എടുത്ത് കഴിക്കാത്ത പെണ്ണ. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാത്തിനും ഫലം ഉണ്ടാവും. ഇപ്പൊ നമ്മളൊന്നും ചോദിക്കാനും പറയാനും പോവാത്തത് കാരണം താൻ ചെയ്യുന്നത് വലിയൊരു അപരാധമാണെന്ന് അവൾക്ക് തന്നെ തോന്നി തുടങ്ങി. ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നതാ. അതല്ലേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു തരാന്ന് പറഞ്ഞത്. ഇനി അച്ഛൻ നോക്കിയോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതാണ് കാര്യപ്രാപ്തി. താങ്ക് യുടാ ഡാഡ്. അച്ഛനെ വിശ്വസിക്കേ, ഞാൻ ശരിയാക്കി തരാം. അമിത് മോക്ക് ബിരിയാണി വേണോ? കിട്ടിയാ കൊള്ളായിരുന്നു. എന്നാ ചിന്ത റെഡിയാവും. ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാൻ മോക്ക് എങ്ങനെയാ തോന്നിയത്? അത് ശരി, ബിരിയാണി വാങ്ങി തന്നത് ഇതിനായിരുന്നല്ലേ? എൻ്റെ അനിയത്തി എന്നുള്ള നിലയിൽ നിന്നെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അവനെ സെലക്ട് ചെയ്യാൻ മാത്രം എന്ത് പ്രത്യേകത അവനുള്ളത്? അവനെന്തോ ഒരു കുറവ്. ഓ, ഇച്ചിരി തൊലിവെളുപ്പും ഗ്ലാമറും ഉണ്ടെന്നുള്ളതല്ലാതെ ഇന്നത്തെ കാലത്ത് വേലയും കൂലിയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടോ? അതിപ്പോ ചേട്ടന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് കുടുംബ മഹിമയാണ്. ഏത് ജോലിയും കൂലിയും കൊണ്ട് ഉദ്ദേശിച്ചതോ? അതെ. എന്റെ നോട്ടത്തിൽ നമ്മളെ പോലെയൊക്കെ തന്നെ അവനും. അവന്റെ അച്ഛൻ അധ്വാനിച്ച് അവന്റെ വീട് നോക്കുന്നു. അതാണ് പ്രശ്നം. നമ്മുടെ അച്ഛൻ അധ്വാനിച്ച് നമ്മുടെ വീട് നോക്കുന്നു. മതി മതി, ഇനി അതും ഇതും പറഞ്ഞ് നമ്മൾ തമ്മിൽ വിഷയണ്ട.
എന്താ നിന്റെ പ്ലാൻ? എന്ന് വെച്ചാ അവന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു? ഈ പുഴയുടെ കരപിടിച്ച് നടന്ന അറബിക്കടല. അതിനെ എത്ര കടവത്ത് ഏത് തോണിക്കാരൻ പിടിച്ചു നിർത്തിയാലും ഇരവഴിഞ്ഞി പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞ് അറബിക്കടലിനുള്ളതാണെങ്കിൽ ഈ അഞ്ജലി സച്ചുവിനുള്ളതാ. പക്ഷെ മൊയ്തീനും കാഞ്ചനമാലയൊന്നും ഒന്നിച്ചിട്ടില്ല. എന്നാ വേറൊന്ന് പറയാം. ദേ, ആ കത്തി നിൽക്കുന്നത് സൂര്യനാണെങ്കിൽ നീ സിനിമ ഡയലോഗ് നിർത്തിയിട്ട് കാര്യം പറ. എന്നാ പിന്നെ ചേട്ടന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. ഫോം ഔട്ട് ആയതിന്റെ പേരിൽ എത്ര പേരാ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായിട്ടുള്ളത്? പക്ഷേ സച്ചിൻ സ്വന്തം ഇഷ്ടപ്രകാരം റിട്ടയർ ചെയ്താണ് പുറത്തു പോയത്. അതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ പിന്മാറിയാൽ മാത്രമേ ഞങ്ങളുടെ വിവാഹം നടക്കാതെ പോകൂ. നീ എന്താ കുറച്ചുകൂടെ ആലോചിക്കുന്നത്? അവള് രണ്ടും കൽപ്പിച്ച നയത്തി പറഞ്ഞ് വീഴ്ത്താന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ അവള് പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് സംഗതിയുടെ സീരിയസ്നെസ് പിടികിട്ടിയത്. പക്ഷേടാ, അഞ്ജലി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ടെണ്ടുൽക്കറിനെ പോലെ അവൻ സ്വയം പിന്മാറിയാൽ മാത്രമേ ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന്. നമുക്ക് അതിലൊന്ന് പിടിച്ചു നോക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സച്ചുവില്ലേ, അവൻ എന്തായാലും സ്വയം പിന്മാറാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നടക്കണ കാര്യം വല്ലതും ഉണ്ടേ പറ. നടക്കും. നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ചാൽ മാത്രം മതി. എങ്ങനെയെങ്കിലും അവൻ്റെ ടീം ഇവിടെ എങ്ങനെയെങ്കിലും അവൻ്റെ ടീം നമ്മുടെ ടീമുമായിട്ട് ഒരു മാച്ച് നീ ഫിക്സ് ചെയ്യും. ആ കളിയിൽ അവൻ ജയിച്ചാൽ മച്ചാൻ തന്നെ അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നു പറയണം. കുട്ടികളെ, അടിയുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ വന്നതല്ല. അന്ന് അവിടെ വന്ന് അവളെയും പിടിച്ചോണ്ട് പോയപ്പോ എല്ലാം പ്രായത്തിൻ്റെ ഒരു ചാബല്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ആണോ? പിന്നീടൊന്ന് ആലോചിച്ചപ്പം ഒരു കാര്യം മനസ്സിലായി. വളച്ചേട്ടാ കാര്യം പറയൂ. അവളുടെ മനസ്സിൽ ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർക്കുള്ള സ്ഥാനമാണ് നിനക്ക്. അതെ. യവനോ? പക്ഷെ എനിക്കല്ലേ അറിയാവുള്ളൂ നിനക്കും ഇവനൊക്കെ ഒരു പിണ്ണാക്കം കളിക്കാൻ അറിയാൻ പാടില്ല എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല എന്ന്. ഓക്കെ, ആകെയുള്ളൊരു കുറവ് എന്റെ പെങ്ങളായിട്ട് ജനിച്ചത്. ഏയ് കുട്ടി, പ്ലീസ്, ഒരു ജീവിത പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മിണ്ടായിരിക്കും. മാമൻ പറഞ്ഞിട്ടില്ലേ മിണ്ടാണ്ടിരിക്കും. പിന്നെ എന്റെ പുന്നാര പെങ്ങളുടെ കണ്ണീരും ഭക്ഷണം കഴിക്കാതൊക്കെ കണ്ടപ്പോ വീട്ടിൽ ഞങ്ങൾ എല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു. എന്ത്? അവളെ ഇവന് കെട്ടിച്ചു കൊടുക്കാന്ന്. ഈ ചേട്ടൻ കെട്ടിച്ചു കൊടുക്കാന്ന്. പക്ഷെ ഒരു കണ്ടീഷൻ. നിങ്ങളുടെ ടീം ഞങ്ങളുടെ ടീമിനെ ക്രിക്കറ്റ് കളിയിൽ തോപ്പിക്കണം. അതെ, അത്രേ ഉള്ളൂ. എന്തു പറയുന്നു? സമ്മതമാണോ? സമ്മതമാണ്. സമ്മതമാണ്. കൈകൊട്. ഈ ധൈര്യം, ഇതാണ് നിങ്ങളുടെ ടീമിനെ ഇത്രയും വലുതാക്കുന്നത്. ഓക്കെ, ഇത്രയും പ്രാവശ്യം തോറ്റേ പോരെ. ഓ പൂച്ചേ, ഇവന്റെ പ്രേമൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവൻ നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കളിയും നമ്മുടെ ടീമിനെയും ജെറീസ് 11. യെസ്, നമ്മൾ കളിക്കുന്നു. നിങ്ങൾ ജയിച്ചാൽ എന്റെ പെങ്ങൾ നിനക്കുള്ളത്. അഥവാ ഇനി നിങ്ങൾ തോറ്റാൽ അവിടെ നിൽക്കുന്ന വഴിയിലോ നിന്നെ എങ്ങാനും കണ്ട അത് നിങ്ങൾ ചെയ്യരുത്. ചെയ്യരുത്. ഓക്കെ ഓക്കെ, ധൈര്യം. ഓക്കെ ഓക്കെ ഓക്കെ, ഇവന്റെ ജീവിതം വെച്ചിട്ടായി ക്രിക്കറ്റ് കളി ഇട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അവൻ പെട്ടു. ഈ കളി നമ്മൾ കളിക്കും, നമ്മൾ ജയിക്കും, എന്നിട്ട് കപ്പ് അടിക്കും. ഇവന്റെ പെണ്ണിനെയും കിട്ടും. നടക്കൂല. ഒരൊറ്റ പൂച്ചേ ജയിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ജയിപ്പിക്കണം. ആ